മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: 6 ദിവസങ്ങൾ കഴിഞ്ഞ് യേശു പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഈ 3 പേരെ മാത്രം വിളിച്ചുകൊണ്ട് ഉയർന്ന ഒരു മലയിലേക്ക് പോയി. അവിടെ വെച്ച് അവൻ രൂപാന്തരപ്പെട്ടു. ഭൂമിയിലെ ഏതൊരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത വിധം വെണ്മയും തിളക്കവും ഉള്ളതായിരുന്നു അവൻ്റെ വസ്ത്രങ്ങൾ. ഏലിയായും മോശയും അവിടെ പ്രത്യക്ഷപ്പെട്ടു യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് ഏലിയായ്ക്ക്, ഒന്ന് മോശയ്ക്ക്. അവൻ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അവർ അത്രയ്ക്കും ഭയപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ഒരു വചനം ധ്യാനിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, 3 പേരെ മാത്രം, അതായത് 3 പേരെ ഈശോയുടെ പ്രിയപ്പെട്ടവരായിരുന്നിരിക്കും ഈ 3 പേര്. പത്രോസ്, നമുക്കറിയാം, പത്രോസെ നീ പറയാവുന്നു, നിന്റെ പാറമേൽ ഞാൻ എൻ്റെ ഭവനം പണിയും. അതുപോലെ തന്നെ യോഹന്നാനും പ്രിയപ്പെട്ടതായിരുന്നു യാക്കോബ് ശ്ലീഹ. ഈ 3 പേരെ മാത്രം വിളിച്ചുകൊണ്ടാണ് ഈശോ പോയത്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ 3 പേരാണ് ഉണ്ടായിരുന്നത്. പത്രോസ് പറയുന്നു അവർ 3 പേരാണ് ഉണ്ടായിരുന്നത്: ഏലിയായും മോശയും യേശുവും. അപ്പോൾ ഏലിയായും മോശയും നമുക്കറിയാം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരായിരുന്നു ഏലിയായും മോശയും. മോശയെ സംരക്ഷിച്ച വഴികൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. മോശയെ എങ്ങനെയാണ് സംരക്ഷിച്ചതെന്നും അതുപോലെ തന്നെ